നേർക്കാറില്ലേ മുഹീദ്ദീൻ ഷെയ്ഖിനും റിഫായി ഷെയ്ഖിനും? ഉണ്ട്. നേർച്ച ആരാധന അല്ലേ, ഇബാദത്തല്ലേ? അതെ. മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളയാണോ? അല്ല. അപ്പൊ നേർച്ച, കോഴിയെ നേർച്ചാക്കുന്നു, ആടിനെ നേർച്ചാക്കുന്നു, ഇത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചാക്കിയ കോഴിയാണെന്നൊക്കെ പറയാറില്ലേ? ഉണ്ട്. അപ്പൊ നേർച്ച ഇബാദത്തല്ലേ? അതെ. മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളയാണോ? അല്ല. അപ്പോൾ അള്ള അല്ലാത്ത മുഹീദ്ദീൻ ഷെയ്ഖിന് കോഴിയെ നേർച്ചാക്കൽ എന്ന് ഇബാദത്ത് സമർപ്പിച്ചില്ലേ? അപ്പോൾ പിന്നെ അള്ള അല്ലാത്തവർക്ക് ആരാധനയായില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, ഇനി ഉത്തരം പറയാം. ഇനി ഉത്തരം പറയാൻ പോണത് എന്താന്നുള്ളത് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയും. കാര്യം എന്താണെന്നറിയോ? പൊട്ടത്തരല്ലാണ്ട് ഇവിറ്റൊന്നും പറയലില്ല. യഥാർത്ഥ ദീന് പറയോ? ഇല്ല. ഇവിടെ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് അള്ള അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കൽ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കൽ എന്താണെന്നാ പറഞ്ഞത്? അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് സമ്മതിച്ച പോലെയാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞത്. ഇനി അത് ചെയ്യാമെന്നുള്ളതിനുള്ള തെളിവാണ് വലിയൊരു തൊള്ളപടായി പറയുന്നത്. അത് പറയുന്നതിന് മുമ്പേ പറയുവാനുള്ളത്, അല്ലല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാൻ പാടില്ല എന്നുള്ളത് പരമയാഥാർത്ഥ്യമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി നേർച്ചയാക്കിയതിന് അർക്കണ കാര്യമൊക്കെ പറയണ്ട. അതിന് ഉദാഹരണം പറഞ്ഞത് കേട്ടോക്കാ നിങ്ങൾ. ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു. ഇന്ന് വ്യാഴാഴ്ച, അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. നാളെ നമ്മൾ വെള്ളിയാഴ്ച ആയാലും ജുമാക്ക് ശേഷം ഖത്തീബ് ഉസ്താദ് ദുആ ഒക്കെ കഴിഞ്ഞാൽ പറയും മയ്യത്ത് നിസ്കരിക്കാനുണ്ട്, ഇന്നലെ മരിച്ചുപോയ അബ്ദുള്ളാൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ട് അയാളോട് ചോദിച്ച്, നിസ്കാരം ആരാധനയാണോ, ഇബാദത്താണോ? അതെ. മയ്യത്ത് നിസ്കാരം? അതെ. ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? അബ്ദുള്ളാക്ക് വേണ്ടിയിട്ട്. അള്ളാ ഇല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അത് അബ്ദുള്ള അല്ലേ, അള്ളല്ല അല്ലേ? അപ്പോൾ ഓൻ പിന്നെ എന്നോട് ചോദിക്കാം, അതെന്നെ ഉസ്താദ് അല്ലേ അല്ലേ? ഞാൻ പറഞ്ഞു, അബ്ദുള്ളാൻ്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹു അക്ബർ എന്നല്ല ചെല്ലല്, അല്ലാഹു അക്ബർ. ബിസ്മി മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്നല്ല ചെല്ലല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ ബുദ്ധിയല്ലേ ഇപ്പം ഈ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് ഒരു മയ്യത്തിൻ്റെ മേൽ നമസ്കാരം, നിസ്കരിക്കുന്ന വിഷയമാണ് ഇവര് ശിർക്ക് ചെയ്യുന്നതിന് തെളിവാക്കുന്നത്. അത് കിയാസാക്കുന്നത് എങ്ങനെ? ഒരു മരിച്ച് മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞൊരു മനുഷ്യൻ്റെ പേരിൽ ഒരു കാര്യം നേർച്ചയാക്കിയിട്ട്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കോഴിനെയും ആടിനെയും പോത്തിനെയും ചെമ്പോത്തിനെയും നേർച്ചയാക്കിയിട്ട് അറിവ് നടത്തും. അപ്പോൾ ബദ്രീങ്ങളുടെയോ അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവർ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരാളുടെ പേരിൽ നേർച്ചയാക്കിയ ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ, അല്ലേ? ഈ ഒട്ടകത്തെ അറുക്കല്ല ചെയ്യുക, അത് പോട്ടെ, ആടിനെയും പോത്തിനെയും പറയാം. ആടിനെ, പോത്തിനെ അല്ലെങ്കിൽ കോഴിനെ ഇതിനെ അറുക്കുമ്പോൾ നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഇസ്മോണ്ടല്ലല്ലോ, പേരുകൊണ്ടല്ലല്ലോ എന്നാണ് പറയുന്നത്. ബിസ്മി ആണ് നിങ്ങൾ ചെല്ലുന്നത്, ബിസ്മില്ലയാണ് നിങ്ങൾ ചെല്ലുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ അറുക്കുമ്പോൾ ചെല്ലുന്ന വാക്ക് അള്ളാൻ്റെ ആവട്ടെ, അത് ആർക്ക് വേണ്ടിയാണ് അറുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത്, നമ്മൾ അള്ളാഹ്ക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ആ പേര് അബ്ദുല്ലാക്കല്ലേ എന്നുള്ളതാണ്. ആരെ ചെങ്ങായിയാ നിസ്കരിക്കാൻ പറഞ്ഞത്? അള്ളാൻ്റെ റസൂലാണ്. അള്ളാൻ്റെ റസൂൽ അത് പറയണമെന്നുണ്ടെങ്കിൽ അത് വഹീൻ്റെ കയ്യൊപ്പ് വേണ്ടേ? അള്ളാഹ് പറഞ്ഞതല്ലേ, അത് ചെയ്യലല്ലേ ഇബാദത്ത്. ഇനി മയ്യത്ത് നിസ്കാരം എന്നുള്ളത് ഫർളാണ്. അത് എല്ലാവർക്കും, ആ കരയിലുള്ള മുഴുവൻ ആളുകൾക്കൊന്നുമില്ല. ആ ഒരു അർത്ഥത്തിൽ നിർവഹിച്ചാലും തീരാവുന്ന, അത് എല്ലാവരും നിർവഹിച്ചില്ലെങ്കിൽ പോലും തീരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലല്ലാത്തവൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ നമുക്ക് നേർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ പേരിൽ നമുക്ക് പലതരത്തിലുള്ള നേർച്ചകളുണ്ട്. അത് ഇവർ ഈ പെട്ടിയും പാട്ടിയും താമ്പാളം വെച്ചിട്ടുള്ള നേർച്ചയല്ല. അത് സംബന്ധമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിലുള്ള നേർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർ മരിച്ചു പോയ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പേരിൽ എന്തിനെങ്കിലുമൊക്കെ നേർച്ചയാക്കിയിട്ട് അതിങ്ങനെ വെട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന തെളിവ് എന്താണെന്നറിയോ? അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പഠിപ്പിച്ച മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരയുടെ ചെങ്ങായി ആ മയ്യത്തിനുള്ള ഏറ്റവും വലിയ ദുആയാണ്. അതുപോലും കളിയാക്കി പറയുന്ന ഇതുപോലെയുള്ള കൗമ് ജാഹിലീങ്ങളാണ് എന്നുള്ളത് അംസാക്ക പണ്ട് പറഞ്ഞാണ്, അല്ലേ? അതാ കൗമുൻ ജാഹിലൂൻ. അതന്നെ എനിക്കും പറയാനുള്ളത്.